ഈ സമരം സർക്കാരിനെതിരല്ല എന്ന് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോയ ശേഷം നമുക്ക് തിരികെ വരാം. ഇന്നലെ ഞങ്ങൾ DGP സമരത്തിനല്ല പോയത്. DGPയുമായി ഞങ്ങൾ 16 പേർ ചർച്ച നടത്താനാണ് പോയത്. 6 പേരെ DGPയുമായി ചർച്ച നടത്താനും 10 പേരെ DGPയുടെ ഓഫീസിനകത്ത് വിസിറ്റേഴ്സ് റൂമിൽ ഇരുത്താനുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് പകരം റോഡിൽ തടഞ്ഞു നിർത്താനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പോലീസ് ശ്രമം നടത്തിയപ്പോഴാണ് ഞങ്ങൾ അനുവദിക്കാതെ പോയത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്നലെ ഒരാൾ പോലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കൈരളി TVയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കൂ. എവിടെ നിന്നാണ് സ്വാമി വന്നത്, എവിടെ നിന്നാണ് ഷാജഹാനെ കൊണ്ടുവന്നത്? ഇത് പോലീസ് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ ആരെയും കൂട്ടിയില്ല. ഇൻ്റലിജൻസ് വിഭാഗത്തെ കൊണ്ട് ഞങ്ങളുടെ ഫോൺ രേഖകൾ പരിശോധിക്കൂ. ഞങ്ങൾക്ക് ഒരു സ്വാമിയുമായും ആരുമായി ബന്ധമില്ല. ഇത് ജിഷ്ണുവിൻ്റെ കുടുംബവും അയൽവാസികളും നടത്തുന്ന സഹപാഠികളും നടത്തുന്ന സമരമാണ്. ജീവൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജീവൻ, അദ്ദേഹം പറഞ്ഞതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ എന്താണ്? മനു, വളരെ ശക്തമായ പ്രതികരണമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീജിത്ത് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരം തങ്ങൾ നടത്തുന്ന സമരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമരമല്ല. അത് ഒരു ജിഷ്ണുവിന്റെ നീതിക്ക് വേണ്ടി പൊതുവിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പൊതു ആവശ്യത്തിന്റെ ഭാഗമായി മാത്രം നടത്തുന്ന ഒരു സമരമാണ്. ഇത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനോ സർക്കാരിനെതിരായി നടത്തുന്ന ഒരു സമരമോ ആക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ തങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്ന പ്രശ്നമില്ല. ഈ സമരം ഒരു ധർമ്മ സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെയും ആവശ്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒപ്പം ഈ ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടല്ല ഇവിടെ ഇത്തരത്തിൽ ഹർത്താൽ നടത്തുന്നത്. രാഷ്ട്രീയ കക്ഷികൾ ഇതിന്റെ പിന്തുണയുമായി വന്നതാണ്. അത്തരം കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ തങ്ങൾ ആളല്ല. അത് സമരം നടത്തുന്നവരാണ് അത്തരം കാര്യങ്ങളുടെ വിശദീകരണം നടത്തേണ്ടത് എന്ന് ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് നമ്മളോട് അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചു. ഒപ്പം അതോടൊപ്പം തന്നെ ഇന്നലെ DGP ഓഫീസിന് മുന്നിലുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചും ശ്രീജിത്ത് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, തങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയ സമയം മുതൽ തന്നെ ോടൊപ്പം ചാനൽ ക്യാമറകൾ ഉണ്ടായിരുന്നു. മുഴുവൻ ജീവൻ തിരിച്ചു വരാം, വളരെ വേഗം തിരിച്ചു വരാം. നമുക്ക് അദ്ദേഹത്തിന്റെ ശ്രീജിത്തിന്റെ വാക്കുകളുടെ പൂർണ്ണമായ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ വേഗത്തിൽ. ഞങ്ങൾ ഒരിക്കലും സർക്കാരിനെതിരെയുള്ള സമരം നയിക്കില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി, ഞങ്ങൾ ജീവനെ പോലെ കണ്ട പാർട്ടി, ആ പാർട്ടി നേതൃത്വം നൽകുന്ന ജിഷ്ണുവിൻ്റെ സർക്കാർ, ജിഷ്ണുവിൻ്റെ ആത്മാവ് പൊറുക്കില്ല. ഞങ്ങൾ ഈ സർക്കാരിനെതിരെ ശബ്ദിച്ചാൽ, ഞങ്ങൾ ഈ പാർട്ടിക്കെതിരെ ശബ്ദിക്കാതിച്ചാൽ ഞങ്ങളുടെ അച്ഛനുൾപ്പെടെയുള്ളവർ, ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തവർ, ജീവിതം കൊടുത്തവർ, രക്തം കൊടുത്തവർ പൊറുക്കില്ല. ഞങ്ങൾ ഒറ്റ ആവശ്യം ഉന്നയിക്കുന്നുള്ളൂ: ജിഷ്ണുവിന് നീതി ലഭിക്കുക. ജിഷ്ണുവിൻ്റെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ഈ അപമാനമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പോലീസിലെ ചില ക്രിമിനലുകളാണ് സർക്കാരിനെതിരെ ഞങ്ങളുടെ സമരത്തെ തിരിക്കുന്നത്. അറസ്റ്റ് വൈകിപ്പിച്ച് ഞങ്ങളെ സർക്കാരിനെതിരാക്കുകയും അതുവഴി കേരള സമൂഹത്തിൽ ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനാണ് പോലീസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ജീവൻ ചേർന്നിട്ട് വിശദാംശങ്ങൾ പൂർണ്ണമായി നൽകാനായി. ജീവൻ, ഇതൊരു മറുപടി കൂടിയാണ്. കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെയൊക്കെ കണ്ടതാണ് ഏത് രീതിയിലാണ് ഈ വിഷയം വഴിതിരിച്ചു വിട്ടതെന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിനെതിരെ വന്ന പ്രതികരണങ്ങൾ എന്താണെന്നും അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ജിഷ്ണുവിന്റെ അമ്മാവൻ ശ്രീജിത്ത് നമ്മളോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. മനു, അങ്ങനെ തന്നെയാണ്. കാരണം ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള തങ്ങളെ ഈ സമര കേന്ദ്രത്തിലേക്ക് തങ്ങൾ വന്നത് മുതലുള്ള ദൃശ്യങ്ങൾ എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണ്. മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെയും കയ്യിൽ ഈ ദൃശ്യങ്ങളുണ്ട്. തങ്ങളുടെ ദൃശ്യങ്ങൾ മുഴുവനായി പരിശോധിച്ചുകൊള്ളൂ. ഇവിടെ എവിടെയും ഇത്തരത്തിൽ ഒരു ഷാജഹാനോ തോക്കുസ്വാമിയോ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ബോധപൂർവം ഈ സമര സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. അതിനു മുന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ജിഷ്ണുവിന്റെ അമ്മാവൻ ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും ജീവൻ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർ 6-7 പേർ DGPയെ കാണാൻ വേണ്ടി വരുന്നു. പക്ഷേ ഈ പോലീസ് ആസ്ഥാനത്തിന് മുമ്പിൽ എത്തുമ്പോൾ എവിടെ നിന്നില്ലാതെ കുറച്ചാളുകൾ, ഈ തോക്കുസ്വാമി അടക്കമുള്ളവർ, മറ്റു ചിലർ അടക്കമുള്ളവർ വന്ന് ഈ സംഘത്തിലേക്ക് ചേരുന്നു. പിന്നീട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഏത് രീതിയിൽ ഒരു ഗൂഢാലോചന
നടന്നു എന്ന സൂചനകളാണ് തരുന്നത് അദ്ദേഹം. അവർ പറയുന്നത് തങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയത് മുതലുള്ള എല്ലാ ദൃശ്യങ്ങളും ഇവിടുത്തെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെയും കയ്യിലുണ്ട്. അത് പൂർണ്ണമായി അവർ പരിശോധിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷാജഹാനെയോ തോക്കുസ്വാമിയോ തങ്ങൾ കണ്ടിട്ടില്ല, തങ്ങൾ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. ആവശ്യമെങ്കിൽ തങ്ങളുടെ ഫോൺ കോൾ രേഖകൾ ആരും പരിശോധിക്കട്ടെ. അത്തരത്തിൽ പരിചയമില്ലാത്ത രണ്ടുപേർ ഈ സമരസ്ഥലത്തേക്ക് ഷാജഹാൻ അടക്കമുള്ളവർ വന്നത് ഏത് തരത്തിലാണ് എന്ന് തങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവർ ബോധപൂർവമായി സമരസ്ഥലത്തേക്ക് എത്തി, ബോധപൂർവമായി കുഴപ്പമുണ്ടാക്കിയായിരുന്നു. ഈ സമരം, തങ്ങളുടെ സമരം ഒരു ധർമ്മ സമരമാണ്, ജിഷ്ണുവിന് നീതി കിട്ടാൻ വേണ്ടിയുള്ള സമരമാണ്. അതിനപ്പുറം ഇതൊരു സർക്കാർ വിരുദ്ധ സമരമല്ല എന്ന് വളരെ അസന്നിഗ്ധമായി അവർ പറഞ്ഞു. അവർ പറയുന്ന ഭാഷ ഇപ്രകാരമാണ്: ഈ സർക്കാരിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട്, തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതാവും, തങ്ങൾക്ക് ഇനിയും നീതി കിട്ടും, ഈ സർക്കാരിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷ, ശുഭാപ്തി വിശ്വാസം തങ്ങൾക്കുണ്ട്. പക്ഷേ നീതി കിട്ടും വരെ സമരം തങ്ങൾ തുടരും. ഇപ്പോൾ തങ്ങൾ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ വീണ്ടും DGPയുടെ ഓഫീസിന് മുന്നിൽ തന്നെ നിരാഹാരം നടത്തും എന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനു, ജീവൻ, അവർ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. തങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല, തങ്ങൾ ആരോടും സംസാരിച്ചിട്ടുമില്ല. തങ്ങൾ അവിടെ DGPയുടെ ഓഫീസിന് മുന്നിൽ എത്തുന്നു. അവിടെ വച്ച് ഒരു സംഘം ആളുകൾ വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സർക്കാരിനെതിരായ സമരം ആണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപറ്റം ആളുകൾ എത്തി ഈ സർക്കാരിനെതിരായി അങ്ങനെ ധ്വനി വരത്തക്ക രൂപത്തിൽ തന്നെയാണ് ശ്രീജിത്തിന്റെ അമ്മാവൻ പറഞ്ഞത്. ഈ സർക്കാരിനെതിരെ ഒരു സമരം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഒരുപറ്റം സമര കേന്ദ്രത്തിലേക്ക് സമരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപറ്റം ആളുകൾ എത്തി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് തന്നെയാണ്. ഇതിന് പിന്നിൽ പോലീസിന്റെ കളിയാണോ എന്ന് സംശയിക്കുന്നതായി അവർ നമ്മളോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മനു, ശരി, ഞാൻ വരാം ജീവനിലേക്ക്. സജേഷ് കൂടി ചേരുന്നുണ്ട്, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സജേഷ്, ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വാചകങ്ങളിൽ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ കേട്ട വിമർശനങ്ങൾക്കൊക്കെ ഉള്ളൊരു മറുപടി കൂടിയുണ്ട്. കാരണം ഈ ഒരു സമരം അത് സർക്കാരിനെതിരാണ്, അല്ലെങ്കിൽ സർക്കാരിനെതിരെയാണ് ഈ സമരം എന്ന രീതിയിൽ വാർത്തകളും ഒപ്പം തന്നെ പല പ്രതികരണങ്ങളും പല ഭാഗങ്ങളിൽ നിന്ന് വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ജിഷ്ണുവിൻ്റെ അമ്മാവൻ കൃത്യമായ രീതിയിൽ മറുപടിയുമായി വന്നിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുന്നത്? കാരണം അദ്ദേഹമാണ് ഇരയാണ്, അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നേരിട്ട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മനു, ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്തിൻ്റെ വാക്കുകൾ ഇക്കാര്യത്തിൽ വളരെ ഗൗരവം അർഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഒരു തരത്തിലും ഈ കൂടെ ഉണ്ടാകുന്ന ആളുകളെ അവരാരും വിളിച്ചിട്ടല്ല വന്നത്. ഒരു തരത്തിലുള്ള ബന്ധവും ഈ പറഞ്ഞ ഷാജഹാനുമായോ ഈ തോക്കുസ്വാമിയുമായോ മറ്റും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ തങ്ങളവിടെ എത്തുമ്പോൾ ഇവരും അവിടെ എത്തിച്ചേരുകയായിരുന്നു. അത് ഏത് രീതിയിലാണ് അങ്ങനെ എത്തിച്ചേർന്നത് എന്നത് പരിശോധിക്കണം. ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങളുമായി ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അവർ അവിടെ എത്തി എന്നത് പരിശോധിക്കണമെന്ന ശ്രീജിത്തിൻ്റെ വാക്കുകൾ വളരെ ഗൗരവമുള്ളതാണ്. അക്കാര്യം മനോജ് എബ്രഹാം ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഈ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറുന്നുണ്ട്. ആ മനോജ് എബ്രഹാമിൻ്റെ റിപ്പോർട്ടിൽ ഇത് വളരെ വിശദമായി തന്നെ ഉണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വഴുതക്കാട് ഒരു ലോഡ്ജിലാണ് ജിഷ്ണുവിൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. അവിടെ മറ്റാരും ചെന്നിട്ടില്ല. എന്നാൽ അവരിവിടെ എത്തുമ്പോഴേക്ക് മറ്റുള്ള ആളുകളും അവിടെ എത്തിച്ചേരുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് ഈ 16 പേർ അകത്ത് കയറിയാൽ അവിടെ കുത്തിയിരിപ്പ് നടത്താൻ അതിലൊരു വിഭാഗം ഈ പുറത്തുനിന്ന് കയറിയവർ തീരുമാനിച്ചിരുന്നു. DGP ഓഫീസിനകത്ത് കുത്തിയിരിപ്പ് നടത്തുന്നത് കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാക്കും. ആ സാഹചര്യത്തിലാണ് പോലീസ് പുറത്തു വെച്ച് അറസ്റ്റ് ചെയ്തതെന്നാണ് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിലുള്ള വിശദീകരണം. ശ്രീജിത്തിൻ്റെ വാക്കുകളും പോലീസിൻ്റെ വിശദീകരണവും ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഏത് തരത്തിലാണ് മറ്റാളുകൾ അവിടെ വന്നതെന്നും ജിഷ്ണുവിൻ്റെ നീതിക്ക് വേണ്ടി ഇന്നലെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ജിഷ്ണുവിൻ്റെ അമ്മയുടെ വികാരം പൊതുസമൂഹത്തിനും സർക്കാരിനും മനസ്സിലാക്കാനാവുന്നതാണ്. പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ വാക്കുകളിലും അതുണ്ട്. പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറായി ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ഉദയഭാനുവിനെ നിയമിക്കുന്നു. പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ നൽകുന്നു. ജിഷ്ണുവിനൊപ്പം നിൽക്കുന്നതിനുള്ള പരമാവധി ശ്രമം നടത്തുന്നു. അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ പാമ്പാടി നെഹ്റു കോളേജിൻ്റെ ചെയർമാനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നു. സുപ്രീം കോടതിയിൽ നിന്നുൾപ്പെടെ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെയുള്ള മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ നിൽക്കുമ്പോൾ പോലും പോലീസ് അറസ്റ്റ് ചെയ്ത് കൃഷ്ണദാസിനെ അകത്തിടുന്നു. അതിൻ്റെ പേരിൽ പോലീസിന് പഴി കേൾക്കേണ്ടി വരുന്നു. ഇത്തരത്തിലെല്ലാം ചെയ്തിട്ടും ജിഷ്ണുവിൻ്റെ കുടുംബം തങ്ങൾക്കെതിരെ നിൽക്കില്ലെന്ന വ്യക്തമായ
വ്യക്തമായ ബോധ്യം സർക്കാരിനുണ്ട്. ആ വാക്കുകൾ ശ്രീജിത്ത് ഊന്നി പറയുകയും ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്ത് ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ഈ കൂടെ വന്ന ആളുകളെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം വേണമെന്ന ശ്രീജിത്തിന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ളതാണ്. മനു, തീർച്ചയായിട്ടും സജീഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജിഷ്ണുവിന്റെ കുടുംബം തുടക്കം മുതൽ പറയുന്നുണ്ട് സർക്കാർ തങ്ങൾക്ക് വേണ്ടിയതുള്ളതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉദയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി കൊണ്ടുവരുന്നു. ഈ കൃഷ്ണദാസിന്റെ ജാമ്യം റദ്ദാക്കാനായി സുപ്രീം കോടതി വരെ സർക്കാർ പോകുന്നൊരു സാഹചര്യം. അവിടെ ആ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ചില വീഴ്ചകളുണ്ടായി. പക്ഷേ അതിനെതിരെ ശക്തമായ നടപടികൾ പുതിയൊരു അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം കിരൺ നാരായണൻ അടക്കം ഉദ്യോഗസ്ഥനടക്കം വരുന്ന ഒരു സാഹചര്യം. അങ്ങനെ സർക്കാരിനെ കൊണ്ടാവുന്നതൊക്കെ സർക്കാർ ചെയ്തു എന്ന് ജിഷ്ണുവിന്റെ കുടുംബം സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇവർ DGPയുടെ അടുത്ത് വരുമ്പോൾ, DGPയുടെ ഓഫീസിലേക്ക് വരുമ്പോൾ അതിൽ ഒരു സംഘം ആളുകൾ, ഇപ്പോൾ ഈ ഷാജഹാന്റെ കാര്യം പറഞ്ഞു, അപ്പോൾ തന്നെ തോക്കുസ്വാമിയുടെ കാര്യം പറഞ്ഞു, ഇവർ എങ്ങനെ വന്നു? ഒരു പക്ഷേ പറയാം ഞങ്ങൾ പൊതു താല്പര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറയാം. പക്ഷെ അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം ഇവർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തല്ലേ ഈ ജിഷ്ണുവിന്റെ അമ്മാവൻ പറഞ്ഞ ആ ഗൂഢാലോചന നമ്മൾ സംശയിക്കപ്പെടേണ്ടത്? തീർച്ചയായും മനു, അക്കാര്യം വിശദമായി പരിശോധിക്കപ്പെടണമെന്നാണ് ശ്രീജിത്തിന്റെ വാക്കുകൾ. അത് വളരെ ഗൗരവം അർഹിക്കുന്നു. ഒരു തരത്തിലും ഈ കുടുംബാംഗങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ശ്രീജിത്ത് ജിഷ്ണുവിന്റെ അമ്മാവൻ ആവർത്തിക്കുന്നു. IG മനോജ് അബ്രാമിന്റെ അന്വേഷണ റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ ഉണ്ടെന്ന സൂചനകളാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ DGPക്ക് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ജിഷ്ണുവിന്റെ അമ്മ മഹിജയും അമ്മാവൻ ശ്രീജിത്തും വ്യക്തമാക്കുന്ന കാര്യം സർക്കാരിനെതിരല്ല ഈ സമരം, മറിച്ച് ജിഷ്ണുവിന് നീതി തേടിയുള്ളതാണ്. ജിഷ്ണുവിന് നീതി തേടി DGPയെ കാണാൻ വേണ്ടിയാണ് ഇന്നലെ ശ്രമം നടത്തിയത്. ആ ഘട്ടത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പോലീസിലെ ഒരു വിഭാഗം ആളുകളാണെന്ന ആരോപണവും ശ്രീജിത്തിന്റെ അമ്മാവനും മഹിജയും ഉന്നയിക്കുന്നുണ്ട്.